ഇന്നത്തെ പനി കേസുകൾ ഇന്നലെ അപേക്ഷിച്ച് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്, ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും 11 പനിമരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 11 പനിമരണമുണ്ട്. എന്നാലും പനി ബാധിതരുടെ എണ്ണത്തിൽ നേരിയ കുറവ് വന്നിട്ടുണ്ട്. എന്നാലും പനിയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റസുഖങ്ങൾ നോക്കിയാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കോളറ കേസുകൾ കൂടുന്നു എന്നുള്ളതാണ്. അതെ, ഇന്ന് തിരുവനന്തപുരത്ത് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഛർദിയും വയറിളക്കവും ഒക്കെ വന്ന് ധാരാളം വെള്ളം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നതാണ് ചിലപ്പോൾ ഈ കോളറയൊക്കെ ജീവന് പോലും ഭീഷണിയായി മാറുന്നത്. അപ്പോൾ അതിന് ഒരു വലിയ ആശ്വാസമാണ് ഈ ഓറൽ ഡീഹൈഡ്രേഷൻ ലായനി അഥവാ നമ്മുടെ ORS. അതെ, എങ്ങനെയാണ് ഇതിന്റെ ഉപയോഗമെന്നും ഇനി ORS ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ അറിയണ്ടേ? ഡോക്ടർ സൗമ്യ സരൻ എത്തുന്നു, നിങ്ങൾക്കിത് പറഞ്ഞുതരാം. നമ്മുടെ സംസ്ഥാനത്തെ കോളറ അടക്കമുള്ള വയറിളക്ക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു സന്ദർഭമാണല്ലോ. പണ്ടൊക്കെ ഈ കോളറയും വയറിളക്കവും ഒക്കെ ധാരാളം ആളുകളുടെ ജീവൻ എടുത്തിട്ടുണ്ട്. അതിന് പ്രധാന കാരണം ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണമായിരുന്നു. ഒരു മരുന്നിന്റെ കണ്ടുപിടുത്തത്തിന് ശേഷം എത്രയോ ആളുകളുടെ ജീവൻ രക്ഷിക്കാനും ഈ നിർജ്ജലീകരണം പ്രിവെന്റ് ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ അഥവാ ORS ലായനി. നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടുന്ന സോഡിയം, പൊട്ടാസ്യം എന്നീ ധാതു ലവണങ്ങളെ റിപ്ലനിഷ് ചെയ്യാനാണ് ഇത് നമ്മളെ സഹായിക്കുന്നത്. സോ നമ്മൾ എല്ലാവരും വീട്ടിൽ സൂക്ഷിക്കേണ്ട ഒരു പൗഡറാണിത്. 1 ലിറ്റർ വെള്ളത്തിൽ നമുക്കിത് തയ്യാറാക്കാം, അല്ലെങ്കിൽ ഒരു 200 ml അതിനുള്ള ചെറിയ പൗഡർ പാക്കറ്റും വലിയ പൗഡർ പാക്കറ്റും ഇന്ന് വിപണികളിൽ ലഭ്യമാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ വീട്ടിൽ അതില്ല എന്ന് വെക്കുക, നമുക്കൊരു ഛർദി, അതിസാര, വയറിളക്ക രോഗമൊക്കെ ഉള്ള സമയമാണെങ്കിൽ നമ്മുടെ വീട്ടിലെ പഞ്ചസാരയും ഉപ്പും ഉപയോഗിച്ചിട്ട് നമുക്കിതിന് തത്തുല്യമായ ഒരു ലായനി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. 1 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം എടുക്കുക, അതിലേക്ക് 6 ടീസ്പൂൺ പഞ്ചസാര ഇടുക, 1/2 ടീസ്പൂൺ ഉപ്പിടുക. അത് നല്ലപോലെ ഇളക്കിയിട്ട് നിങ്ങൾക്ക് കുടിക്കാം. ഇനി ഇതേ സംഭവം 1 ലിറ്റർ വേണ്ട, നിങ്ങൾക്ക് 200 ml ഒരു ചെറിയ ഗ്ലാസ്സിൽ മതി എന്നുണ്ടെങ്കിൽ ആ ഗ്ലാസ്സിലേക്ക് 200 ml തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഒഴിക്കുക, അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പ് ഇടുക. അതും നിങ്ങൾക്ക് കുടിക്കാൻ സാധിക്കും. സോ ORS ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഡീഹൈഡ്രേഷൻ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കാവുന്ന ഒരു ലായനി എങ്ങനെയാണ് എന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്. പറ്റുമെങ്കിൽ എല്ലാവരും, അതായത് ORS ആണ് ഇതിനും ഇത്രയും ഫാർ ബെറ്റർ ആയിട്ടുള്ള സംഭവം, അത് പറ്റുമെങ്കിൽ എല്ലാവരും വീട്ടിൽ കരുതുക, ഇല്ലെങ്കിൽ ഈ ഒരു ചെറിയ പൊടിക്കായി ഉപയോഗിക്കാം. യെസ്, അപ്പം ORS എന്താണ്, ORS ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? പലർക്കും അറിയുന്ന കാര്യമാണ്. അത് കുറച്ചുകൂടെ ശാസ്ത്രീയമായി അതിൻ്റെ കൃത്യമായ അളവ് എന്താണ് എന്നുള്ളത് ഇപ്പോൾ ഡോക്ടർ സൗമ്യ സരൻ പറഞ്ഞു തരികയും ചെയ്തു.